ഞങ്ങളപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുതിയ ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റിനെ ഞങ്ങൾ ഇടിക്കാൻ പോവാണെന്ന് ആ വ്ളോഗാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. തമ്മച്ചു പ്രാർത്ഥിച്ചു ഞങ്ങളെ. തമ്പാച്ചോ കാത്തോളിനെ ഞങ്ങൾ എൻ്റെ കുഞ്ഞാപ്പൂനെ ബ്രഷ് നമ്മൾ കൊണ്ടുവന്നില്ലേ? ബ്രഷ് ഞങ്ങൾ കൊണ്ടുവന്നില്ല. അതാണ് അമ്മ കൈയിട്ട് തേച്ചിരുന്നു. സ്വത്തേ ഹൈഫൈ കൊടുത്തേ. ഹൈഫൈ ഹൈഫൈ കൊടുക്ക. ഹൈഫൈ ഹൈഫൈ തന്നെ. ഹൈഫൈ കൊടുക്ക. ഹൈഫൈ ഞങ്ങളിവിടെ ഒരാൾക്ക് പാപ്പം കൊടുത്തോണ്ടിരിക്കാണ്. യമ്മി യമ്മി. ഹലോ, അപ്പോൾ നമ്മളിന്ന് റെഡി ആയിട്ട് പോകാൻ പോവാണ്. നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ റൂമിൽ തന്നെയാണ് നമ്മൾ. ഉണ്ണീനെ അവിടെ കുളിപ്പിക്കുകയാണ് അവർ. നമുക്ക് റെഡിയാകാം. ട്രാൻസിഷൻ പോലെ ആയാലോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. നമുക്കിനി അവിടെ വെച്ച് കാണാം. ഓക്കെ.
ബാക്കിലൊക്കെ സൂപ്പറാണ്. അച്ഛൻ നോക്കി ഇട്ടാ മതി. ഞങ്ങളുടെ കാറ് വന്നേ. കുഞ്ഞാപ്പ് വെച്ചു. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ വണ്ടി എടുത്തു. എന്താണ് പൊന്നേച്ചിയുടെ അഭിപ്രായം? യെസ്, അവർ ഡ്രീം ഡേ, ഞങ്ങളുടെ എത്രയോ നാളത്തെ സ്വപ്നം. എക്സൈറ്റഡ്. കുഞ്ഞാപ്പ് ഉറക്കത്തിന് വേണ്ടിട്ട് ആ ഒരു ഇതിലാണ്. ഉറക്കത്തിന് വേണ്ടിട്ടപ്പോ തന്നെ ഞങ്ങൾ ഷോറൂമിൽ കുറെ അതെ അവരൊക്കെ കണ്ടു. അതുകൊണ്ടാണ്. ഓക്കേ, നിന്റെ സെൻസർ അപ്പൊ നമ്മുടെ വണ്ടിയായിട്ട് നമ്മള് ഇവിടെ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. ഇതാ അവിടെ കിടക്കുന്നുണ്ട് വണ്ടി. ഞങ്ങളുടെ എത്രയോ വർഷത്തെ ഡ്രീമാണ് ഒരു വീട് എന്നത്. വീട് വെച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു കാറായിരുന്നു. നോർമലി എല്ലാവരും വീട്, കാറ്, ആ ഒരു സിമ്പിൾ ഫാമിലി. അങ്ങനെ ഞങ്ങൾ അതും നടന്നു. ശരിക്കും ഭയങ്കര എക്സൈറ്റഡ്. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ തന്നെ വണ്ടിയാണോ. ഞങ്ങൾ സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ചു. അത്രയും വർഷത്തെ ഡ്രീമായിരുന്നു. ഭയങ്കര ഇമോഷണലി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ എനിക്കിത് വോയിസ് ഓവർ ചെയ്ത് ഇതാക്കണമെന്ന് എനിക്ക് ഇത്രയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വീഡിയോ എടുത്ത് വരാൻ വന്നത്. എൻ്റെ കോല നോക്കാൻ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ഓർത്തത് ഞാൻ എൻ്റെ വീഡിയോക്ക് ഒരു എൻഡിങ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ശരിക്കും എടുത്ത് പറയേണ്ടത് റെനോൾട്ട് ക്യൂഡിൻ്റെ എന്താ പറയുക, നമ്മുടെ വണ്ടിയുടെ ഷോറൂം, അവിടുത്തെ സെയിൽസ് ടീമിനെ എല്ലാവരും ശരിക്കും പറയണം കേട്ടോ. ശരിക്കും നമ്മൾ താങ്ക് യു പറയേണ്ടത് മെയിനായിട്ട് ദൈവത്തിനോട്, പിന്നെ പറയേണ്ടത് ലൈക്ക് നമ്മുടെ വണ്ടിയുടെ ഷോറൂമുകാരോടാണ്. അവരുടെ ക്ഷമ, അവരുടെ പേഷ്യൻസ് അവർക്ക് വേണമല്ലോ. എന്നാലും അവർ ഒരു വട്ടം പോലും മനസ്സിൽ വിചാരിച്ചില്ല ഇവർക്ക് ഇത്രയും വിവരമില്ലേ, അങ്ങനെ വിചാരിച്ചില്ല. കാരണം ഇത് ഫുൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതാണ് ഇതാണോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഫുൾ കമ്മ്യൂണിക്കേഷൻ ത്രൂ എൻ്റെ ഇതിലായിരുന്നു. ഞാനായിരുന്നു ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഓരോ മണ്ടത്തരത്തിന് പോലെ അവർ ആൻസർ തന്നിട്ടുണ്ട്. ഒരു ഷരൺ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു, ആൾ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറേ കോൾസൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് ഓൾറെഡി ഓഫീസിലുള്ളപ്പോൾ അവിടുത്തെ മീറ്റിംഗിൻ്റെ ഇടയിലൊക്കെ ഒരു വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ കട്ട് ചെയ്ത് വിടാം. എന്നാലും അവർ ഓക്കെ പേഷ്യൻസോടെ ഓക്കെ മാം അത് കുഴപ്പമില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. അത് ഞാൻ ചോദിച്ചു പാവങ്ങളെല്ലാം അത് അവരുടെ ഡ്യൂട്ടിയാണ്, ഓക്കെയാണ്. എന്നാലും നമ്മളത് കണ്ടില്ല എന്നൊരു രീതിയിലാവരുത്. നമ്മളത് ശരിക്കും കണ്ടിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ലൈക്ക് അവരുടെ അപ്രോച്ചിലും അവരുടെ സർവീസിലും എല്ലാം പ്രൊഫഷണൽ ബിഹേവിയർ എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു റെനോൾട്ട് ടീം. അങ്ങനെ നമ്മുടെ വണ്ടി കിട്ടി. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഈ ഒരു ബിഗ് ഡേയുടെ ഒരു കുഞ്ഞു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുക. താങ്ക് യു.